നമ്മൾ നിങ്ങൾ കണ്ടു കാണുന്ന പ്രദേശം ഒരു തേയിലക്കാടിൻ്റെ ഉള്ളിലാണ്. വളരെ ദുഷ്കരമായ പ്രദേശമായിരുന്നു. പക്ഷേ ഇത്രയും അടുത്ത് ലൈൻസിൻ്റെ ഇത്രയും അടുത്ത് മനുഷ്യജീവന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എത്തിയ ഒരു ജീവിയെ വീണ്ടും അവിടെ നമുക്ക് സ്പെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ വരെ പണയം വെച്ചിട്ടാണ് മയക്കുവെടി വെക്കാനുള്ള തീരുമാനം എടുത്തത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി. നമ്മൾ ഡാർട്ട് ചെയ്തത് ഫസ്റ്റ് ഡാർട്ട് കൊണ്ടില്ല. ആദ്യത്തെ ഡാർട്ട് നമ്മൾ കടുവയ്ക്ക് കൊണ്ടില്ല. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. സാധാരണ ഡാർട്ട് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ് സമയം വേണം. ആ 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും കടുവ അനങ്ങാത്തതുകൊണ്ട് വീണ്ടും സെക്കൻഡ് ഡാർട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. സെക്കൻഡ് ഡാർട്ട് ചെയ്തു. സെക്കൻഡ് ഡാർട്ട് സക്സസ്ഫുൾ ആയിരുന്നു. സെക്കൻഡ് ഡാർട്ട് കടുവയ്ക്ക് കൊണ്ടു. പക്ഷേ അത് കൊണ്ട വഴി കടുവ ചാടി വന്നു. ഡോക്ടറെ നേരെയാണ് ചാടിയത്. ഡോക്ടറെ സൈഡിൽ മനു എന്ന് പറയുന്നൊരു നമ്മുടെ ജീവനക്കാരനുണ്ടായിരുന്നു. ഷീൽഡും എല്ലാം പിടിച്ചിട്ട് ഇവരെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഷീൽഡും ഹെൽമെറ്റും ഉണ്ടായിരുന്നു. പക്ഷേ മനുവിൻ്റെ ഷീൽഡിൽ അടിച്ച് ആ ഷീൽഡ് വലിച്ചു കീറി കടുവ രണ്ടാമത്തെ അടി മനുവിൻ്റെ ഹെൽമെറ്റിലായിരുന്നു. ഹെൽമെറ്റ് ഇവിടെ ഉണ്ട്. ഹെൽമെറ്റ് പൊട്ടി താഴെ വീണു. മൂന്നാമത്തെ അടി മനുവിൻ്റെ തലയ്ക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ നമുക്ക് ഫയർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ കടുവ ഡെത്തായിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. സെൽഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള ആ ഒരു ഇത് നമുക്ക് ഇവിടെ എടുക്കേണ്ടി വന്നു. കാരണം നമുക്കറിയാം മനുഷ്യജീവനാണ് എല്ലാ ജീവൻ്റെയും മുകളിൽ വിലയുള്ളതെന്നുള്ളതുകൊണ്ട്. ഞാൻ ഇന്നലെ തൊട്ട് നിങ്ങളോട് പറയുന്നുണ്ട്, ഇത് നമ്മുടെ എല്ലാവരും ജീവൻ അപകടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിലേ ആയത്. ഇതിനെ അപ്പോഴും നമ്മൾ നാട്ടുകാർ പറയും നിങ്ങൾ ഇതിനെ പിടിച്ചുകൊണ്ട് പോയി കൂടെ എന്ന് ചോദിക്കുമ്പോഴും നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇന്ന് ആ റിസ്ക് എല്ലാം എടുത്തിട്ടാണ്, അതായത് 15 മീറ്റർ അടുത്ത് നിന്നിട്ടാണ് കടുവയെ ഷൂട്ട് ചെയ്യുന്നത്, ഡാർട്ട് ചെയ്യുന്നത്. ഒരു ഡോക്ടറും ചെയ്യില്ല, ഒരു ജീവനക്കാരും ചെയ്യില്ല. അത്രയും റിസ്ക് എടുത്തിട്ടാണ് രാവിലെ ആ ഓപ്പറേഷൻ ചെയ്തത്.